ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ധൃതി പിടിച്ചോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിലോട്ടോ. 9 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ നമ്മൾ 9:05 പോകുന്നു. പിന്നെ അച്ഛൻ വന്നു, അച്ഛൻ്റെ കൂടെ നമ്മൾ ബൈക്കിൽ പോകും. അപ്പോൾ അച്ഛൻ വന്നുകൊണ്ടാണ് ഞാനപ്പോൾ പോയത്. ഇല്ലെങ്കിൽ ഞാൻ അപ്പോഴും പോകത്തില്ല, നമ്മൾ കറക്കി കഴിക്കാൻ സമയത്ത് പോയേനെ. അച്ഛൻ അമ്പലത്തിലോട്ട് പാൽ മേടിക്കാൻ വന്നുകൊണ്ടാണ് നമ്മളപ്പോൾ പോകുന്നത്. ഇല്ല ഇപ്പോൾ പോകത്തില്ല. എൻ്റെ സൗണ്ടിന് ശകലം പ്രശ്നമുണ്ട്. എനിക്ക് പനി പിടിച്ചിരിക്കും, അതുകൊണ്ട് ശകലം പ്രശ്നങ്ങളുണ്ട് സൗണ്ടിന്. അപ്പോൾ നമ്മൾ പാൽ മേടിക്കാനൊന്നും കടയിൽ അച്ഛൻ പാൽ മേടിക്കാൻ കയറി. പരിപാടി കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അച്ഛൻ പാൽ മേടിക്കാൻ വന്ന കാര്യം നടക്കണമല്ലോ, അതുകൊണ്ട് അച്ഛൻ പാൽ മേടിക്കാൻ കയറി. പാലെടുത്തു. അപ്പോൾ പാലെടുത്തിട്ട് അപ്പോൾ അച്ഛൻ അവിടെ ഒന്ന് വഴക്കുറ, നീ താമസിച്ചുകൊണ്ടാണ് വരാഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ബൈക്ക് എടുത്തു. ഇതാണ് ഞങ്ങളുടെ വഴി കേട്ടോ. മൊത്തം പഞ്ചറാന്നേ. ഒരു വലിയ കുളമൊക്കെ റോഡിൽ കിടക്കുന്നത്. ഇപ്പോഴത്തെ കിണറൊക്കെ ഇപ്പോൾ റോഡിലുള്ള അവസ്ഥ എന്ത് പറയാനാണ് പറ. പിന്നെ ഞങ്ങളിലേക്ക് ഇല്ല, ഇതാണ് ഇവിടെ മൊത്തം റബ്ബർ. ഇതാണ് ഞങ്ങളുടെ വഴി കറക്റ്റ് പറഞ്ഞാൽ. ഇതിലിപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോകും. ഞാൻ പുറകെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ അച്ഛൻ ചോദിക്കും, എന്തുവാടി വീഡിയോ എടുക്കുന്നത്, എന്തിനാണ് വീഡിയോ എടുക്കുന്നതൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അച്ഛനതൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ എന്നെ വഴക്ക് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് അമ്പലത്തിലോട്ട് പോയി. ഇതിവിടെ ഞാൻ കുറച്ച് സ്പീഡാക്കി, ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും വീഡിയോയ്ക്ക്. ഇതാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബൈക്കിലായതുകൊണ്ട് നടക്കാതെ അങ്ങ് എത്തി. പെട്ടെന്ന് തന്നെ നമ്മൾ വന്നു. അവിടെ ചെന്നപ്പോഴേ ഞാൻ നേരെ പാചകപ്പുരയിലോട്ട് പോയി. പിന്നെ അവരെനിക്ക് തേങ്ങ തിരുമാനും സവാള അരിയാനൊക്കെ തന്നു. പിന്നെ നമ്മൾ അവിടെ ഓരോരോ ഇതിപ്പം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാനല്ല, അത് വേറെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ ദിവസമായതുകൊണ്ട് പടയണി നടത്തണമെന്നായിരുന്നു. അപ്പോൾ പടയണിയൊക്കെ നടത്തി. എനിക്ക് പിന്നത്തെ വീഡിയോ ഒന്നും ഉച്ചയ്ക്കത്തെ കാര്യം ഒന്നും എടുക്കാൻ പറ്റില്ല, അത് വിട്ടുപോയി. കാര്യം നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ വൈകിട്ടത്തെയാണ്. ഞാനും അമ്മയും കൂടെ ഒക്കെ അവിടെ പോയി. അവിടെ ചെന്നു. അവിടെ പരിപാടിക്കുള്ള സ്റ്റേജെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഥാപ്രസംഗവും ഡാൻസും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും കാണാനായിട്ട് വന്നിരിപ്പുണ്ട്. എല്ലാവരും കഥാപ്രസംഗമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നല്ലപോലെ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കാണ് നേരത്തെ ഉറക്കം വന്നുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ പോകും. പിന്നെ ഡാൻസൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെമാരോട് ഞാൻ ഫോട്ടോ ആണ് പറഞ്ഞത്, ഇവിടെമാർ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനും അച്ഛനും അമ്മയും കൂടെ വീട്ടിലോട്ട് പോകുന്നേ. അപ്പോൾ അമ്മ അവിടെ കിടന്ന് 2 മാങ്ങയൊക്കെ എടുത്തു. അച്ഛൻ ആദ്യമൊന്നും വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലായിരുന്നു, അവിടെ പറഞ്ഞു. ഇപ്പം പിന്നെ കുഴപ്പമില്ല, ഇപ്പം അഡ്ജസ്റ്റ് ആയി അച്ഛന്. അപ്പോൾ അച്ഛനും അമ്മ അവിടെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ മാങ്ങ എന്ന് പറഞ്ഞാൽ അലച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് പോകും. അപ്പോൾ അമ്മ അവിടെ നിന്ന് പറയാനായിട്ട് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ 3ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസത്തിൻ്റെ പരിപാടിയുടെ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാർജ് ഇല്ലാതായി. അങ്ങനെ അത് ഓഫായി കിടക്കുമായിരുന്നു. ഇവിടെ അങ്ങനെ കറണ്ടും ഇല്ലായിരുന്നു, വല്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ഒരു പരിപാടി എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഓട്ടോയിലൊക്കെ, പിന്നെ ഞാനും വല്യമ്മയും കൂടെ പോയേ. നമ്മളെന്നും താമസിച്ചാണ്ട് ചെല്ലുന്നത് 10 മണിക്ക് തുടങ്ങി നമ്മൾ 11:30 ആകുമ്പോൾ ചെല്ലും തിന്നാനാകുമ്പോൾ. പിന്നെ അമ്പലത്തിൽ വന്നു. ഇതാണ് അമ്പലം. അവിടെ പൂപ്പന്തറ നീലാണ് പരിപാടി. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേന് കലശം തുടങ്ങിയായിരുന്നു. പകുതിയായിരുന്നു ഞാൻ താമസിച്ചു. പിന്നെ ചെണ്ടമേളയും കലശത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. കലശം ഏതാണ്ട് തീരാറായപ്പോഴാണ് ഞാൻ ഉച്ചരയൊക്കെ ആയപ്പോഴത്തേന് ഇപ്പം ഈ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങോട്ടായിരിക്കുന്നു. അവരെ കഴിക്കാനായിട്ടുള്ള തിരക്കാണത്. പിന്നെ നമുക്ക് കഴിക്കാൻ കിട്ടിയ സദ്യയായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ എത്ര വിറകുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വഴി കിടന്ന വിറക് ഒരു സമാധാനം വരത്തില്ല. നോക്കണം, വീട്ടിൽ ഒരു തുള്ളി വിറകില്ലല്ലേ അമ്മേ, ഒരു തുള്ളി വിറകില്ല. നോക്കിക്കണ്ടോ, അത്രയും കഷ്ടപ്പെട്ട അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് വിറകും ചുമിക്കൊണ്ട് പോകുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും എൻ്റെ അമ്മ. നോക്ക്, വിറകില്ല. പിന്നെ എന്തോത്തിനാ ഇത് പൊക്കിക്കൊണ്ട് നിൽക്കുന്നേ. പിന്നെ നമ്മൾ ആറാട്ട് ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടി പോയതാണ്. പക്ഷെങ്കിൽ അവൾക്ക് പെയിനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് ജനിച്ചൊരു ആൺകൊച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അവൻ്റെ വീഡിയോയും കാര്യമൊക്കെ ഫോട്ടോസൊക്കെ നമുക്ക് അടുത്തായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.